ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين لا إله إلا الله 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 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതോടുകൂടെ നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും നിസ്കാരത്തിലും സ്വലാത്ത് ചൊല്ലുന്നു. നബി തങ്ങളുടെ സ്വലാത്തിന്റെ കൂടെ കുടുംബത്തെ ചേർത്ത് സ്വലാത്ത് ചൊല്ലുന്നത് അത് തന്നെ പോരെ. അതാണ് കഫാകുമു മിൻ അദീമിൽ ഖബ്രി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. നിസ്കാരം പരിപൂർണമാകണോ? അഹ്ലു ബൈത്താകുന്ന നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ അത് പൂർണ്ണമാകുന്നില്ലല്ലോ. അത് പോരെ നിങ്ങൾക്ക് ബഹുമാനമെന്ന്. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ദീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഏകദേശം നമ്മുടെ മങ്കൂസ മൗലിദിന്റെ അവസാനത്തിൽ ബദർ മൗലിദിന്റെ അവസാനത്തിലൊക്കെ ചൊല്ലുന്ന ദുആയുടെ തുടക്കത്തിലുള്ള സ്വലാത്ത് മഹാനവറുകൾ പറയാൻ ഞാൻ ഉറക്കം തെളിഞ്ഞു. ഞാൻ കപ്പലിലുള്ളവരോടൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരും ചൊല്ലുക ഈ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലുമുള്ള ഈ മഹത്തായ അതേ ആശൂറ വരുന്ന ദിവസം ദുഃഖപ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല. അന്ന് പ്രത്യേകം സുർമയിടൽ വരെ പാടില്ല. അന്നത്തെ ദിവസം നാം മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചവരാകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്തിന്റെ പേരിൽ അല്ലാഹു തന്നതിനെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ചു. അങ്ങനെയാണല്ലോ വല്ലദീന സബറു ബിത്തിഖാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ വജ്ഹിനെ കരുതി അല്ലാഹുവിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുന്നവർ. അതാണല്ലോ ശരിയായ ക്ഷമയെന്ന് പറയുന്നത്. ആ ക്ഷമയാണ് നമ്മൾ എവിടെയും കൈ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം അജബല്ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ സകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും അവിടെ ക്ഷമിച്ചു നിൽക്കണം. എങ്ങനെയാണെങ്കിലും മാ അസാബൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിച്ചാലും അതിന്റെ പേര് ടെൻഷൻ അടിക്കരുത്. മറിച്ച് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് എന്റെ റബ്ബ് തന്നത് എന്ന നിലക്ക് അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ക്ഷമ. ആ ക്ഷമയാണ് ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ പേരിൽ അല്ലാഹു പ്രതിഫലം കൊടുക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ ഖുർആനാണ്. അതുകൊണ്ട് ആശൂറ വരുമ്പോഴും മുഹറം വരുമ്പോഴൊക്കെ ദുഃഖപ്രകടനം തള്ളിക്കളഞ്ഞിട്ടില്ല. അതേ സമയത്ത് അല്ലാത്ത സംഗതികൾ പലതും പറയപ്പെടുന്നതെല്ലാം പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അത് ഇബ്നു ഹജർ ലഹിതമി തങ്ങളും ഇമാം സുമുഹുദിയും ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചും ബിദ്അത്തുകൾ കൈയൊഴിച്ചും മാത്രം നമ്മൾ ജീവിക്കണം.
നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയും. വലിയ ആൾക്കാരും ചിലപ്പോൾ തമാശ പറഞ്ഞു. ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ ഡ്രൈവറാണ്. മിഞ്ഞാന്ന് ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, തലേ ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു, എങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടുമ്മലുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല കാണാൻ. അപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ, ഞാനും നിങ്ങളും കുറുക്കനും മാത്രമേ ഉള്ളൂ. അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു. കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്നു കൂടി ഈ സമയത്ത് പറയുന്നു. സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതിന് കാവൽക്കാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന നയങ്ങളും അവര് പഠിപ്പിക്കുന്ന ആശയങ്ങളും മുറുകെ പിടിക്കണം. ഇന്ന് ഞാൻ മരിക്കുമോ ഇല്ലേ എന്നെനിക്ക് യാതൊരു അറിവും ഇല്ല, നിങ്ങൾക്കും ഇല്ല. ഈ ഒരു മൈക്കിന് ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകാം. ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കും എന്നതിന് ഗ്യാരണ്ടി ഇല്ല. ഇതിന് ഒരുങ്ങി ജീവിക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ വളീഫ, കടപ്പാട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി. അർഹമർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാദാത്തുക്കളെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചതിനാൽ, ഉലമാഇനെ സ്നേഹിച്ചതിനാൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എളിയ ഖിദ്മകൾ ചെയ്തതിനാൽ, സാധുക്കളായ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ വാക്കുകൾക്കോ നയങ്ങൾക്കോ എവിടെ എന്ത് അപാകതകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാപ്പ് തന്നു നമ്മുടെ ഖൽബ് ശുദ്ധീകരിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ആഖിബത്ത് നന്നാക്കി റബ്ബ് നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ, സഹായിക്കുന്നവർ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ആര് എവിടെയുണ്ടോ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. വിട്ടുപിരിഞ്ഞ് മാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ മുതൽ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നൂറുൽ ഉലമാ, കൻസുൽ ഉലമാ മുതൽ, നമ്മുടെ താജുൽ ശരീഅ മുതൽ, താജുൽ മുഹദ്ദിഖി, താജുൽ ഫുഖഹാ മുതൽ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ അബ്ബാസ് മുസ്ലിയാർ അടക്കം ഈ കർണാടകയിലും പുറത്തുമൊക്കെ പ്രവർത്തിച്ച എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മെ പിരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാണ്. അവയൽത്തെ തങ്ങളുടെ പെങ്ങള്, തങ്ങളവരുടെ ജ്യേഷ്ഠന്റെ അതെ തങ്ങളുടെ മൂത്തമ്മ മരണപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു. അഹ്ലു ബൈത്തിൽപ്പെട്ട എല്ലാ മഹാന്മാരെയും നമ്മയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആലുൻ നബിയ്യ ദരിയാതി വഹും ഇലൈഹാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അല്ലാഹു തആല നമ്മുടെ ചീരണിയും മറ്റ് എല്ലാറ്റിനും സഹായങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. മക്കളുടെ കയ്യിൽ പലരും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 17-ാം തീയതി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾക്ക് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവറുകൾ വരാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ CM ഇബ്രാഹിം സാഹിബ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവർ നനയാതിരിക്കണമല്ലോ, അതുപോലെ സിയാറത്ത് ചെയ്യുന്നവർ വെയിൽ കൊള്ളാതിരിക്കണമല്ലോ, അതിന് സിയാറത്ത് ചെയ്യുന്നവർക്ക് വെയിലും മഴയും ഇല്ലാതിരിക്കണം. അല്ലാതെ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് മേലെങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവർ നനയാതിരിക്കാൻ എന്നല്ലല്ലോ നമ്മുടെ നീയത്ത്. അതോടൊപ്പം തന്നെ മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ നിർമ്മിക്കുന്നത് അവരെ സിയാറത്ത് വർദ്ധിപ്പിക്കാൻ കാരണമായതിനാൽ അത് പുണ്യകർമ്മമാണെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ ഇമാം ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ആളുകൾക്ക് സിയാറത്തിന് വരുന്നവർക്ക് മഴ കൊള്ളാതെ ഇവിടെ സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് ഏറ്റിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞല്ലോ, അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും കുറെ അങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നും പറഞ്ഞല്ലോ, അല്ലാഹു അതിന് ദീർഘായുസ്സും കൊടുക്കട്ടെ. ആഗ്രഹം പറയാലോ, വറഗബത്തുൻ ഫിൽ ഖൈരി ഖൈറുൻ വഅമൽ ബിഹിൽ യസീനു ഫൽയഖസ് മാ ലം യുഖൽ. അത് ആഗ്രഹം പറഞ്ഞു. അല്ലാഹു തആല നല്ല ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മഹാനായ കുമ്പോൾ തങ്ങളവർക്ക് നല്ല ആരോഗ്യം പോരാത്തതുകൊണ്ടാണ് എത്താതിരുന്നത് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു
അവിടത്തേക്കും കൊമ്പോൽ സയ്യിദന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും സമ്മതിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളുടെ പേരിൽ മുഹമ്മദ് ഉസ്താദ് അബ്ദുറഹ്മാൻ ഹസനി ഉണ്ടാക്കിയ ഒരു മഹദിയത്ത് ഇവിടെ ആരംഭിക്കുകയാണ്. ശേഷം ബഹുമാന ബഷീർ തങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നതായിട്ട് കടന്നു. സഹോദരി സഹോദരന്മാരെ, സത്യമായ ഒരു വായന മുതിർന്ന നേടുന്നില്ല. അൽഹംദുലില്ലാഹ് ഈ ഉലമാക്കളും സയ്യിദന്മാരും എല്ലാം ഇവിടെ ഞാൻ ഈ എളിയവനായ ക്ഷണിച്ചപ്പോൾ വന്നത് അൽഹംദുലില്ലാഹ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതൊക്കെ നമ്മളോട് കാണിക്കുന്ന കരുണയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളും സയ്യിദന്മാരും അലിമീങ്ങളെല്ലാം മക്കളായ ഞങ്ങൾ കുടുംബത്തിനൊക്കെ വേണ്ടി ഹിമ്മത്തിന് വേണ്ടി ഞങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മളെല്ലാം എങ്ങും ഇന്ന് നമ്മോട് തുടർന്നുള്ള ജീവിതം ഇസ്സത്തോടെയും ഹിമ്മത്തോടെയും ദീനി ദഅവത്ത് പ്രബോധനം ചെയ്യാനും എല്ലാമുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തിൽ വഫാത്തായ എല്ലാ സയ്യിദന്മാരുടെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ മുപ്പാക്ക് താജുലുകളുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ബാപ്പയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാവർക്കുള്ള ഹിമ്മത്തും ഇസ്സത്തും ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം റഹ്മാൻ. ഈ സമയത്ത് എടുത്തതുപോലെ എൻ്റെ ഉപ്പാക്കാൻ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു. ഒക്ടോബർ 4, 5, 6 ഉറൂസ് മുബാറക് നടക്കുകയാണ്. കഴിഞ്ഞ വർഷം അങ്ങനെയാണോ നടന്നത് അതുപോലെ അതിനപ്പുറം ഉഷാറായി നടക്കുവാൻ നിങ്ങൾക്ക് ദുആ ചെയ്യുകയും പുറമേ അതിനൊക്കെ വന്ന് സഹകരിച്ച് പങ്കെടുക്കും വിജയിപ്പിക്കുന്ന സന്തോഷം അല്ലാഹു തആല ആ ഉറൂസ് കൂടുവാൻ ഉലമാക്കളാകുന്ന സയ്യിദന്മാർക്കും അതുപോലെ സുൽത്താൻ ഉലമ ഉസ്താദിനും അതുപോലെ കൊമ്പോൽ തങ്ങൾക്കും അതങ്ങടങ്ങുന്ന നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അതിൽ വന്ന് സംബന്ധിച്ച് നസീഹത്തിന് കൂടെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിപാടികൾക്ക് വേണ്ടിയും അതുപോലെ വാപ്പാക്ക് വേണ്ടി ഖത്മുകളും തഹ്ലീലുകളും ഖുർആനുകളും ഒരുപാട് ആൾക്കാർ നേർച്ചാക്കി ഒരുക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ആ ഓദ്യതും ഓതിക്കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അല്ലാഹു തആല നാളെ ഇതുപോലെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ തവല്ലിയത്ത് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, ആലിമ്യങ്ങൾ, മുതഅല്ലിമീങ്ങൾ, യഥാർത്ഥമായ അഹ്ലുസുന്ന വൽ ജമാഅത്ത് പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവത്വം നൽകുകയും ചെയ്യുന്നതിലും ഇതിലൂടെ ഒരുമിച്ച് കൂടിയതും നാം നിർവഹിച്ചു കൊണ്ടിരുന്ന പ്രസിദ്ധമായ ഖുർആൻ, അതുപോലെ സ്വലാത്ത്, അധികാരികളൊക്കെ അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ കോളേജിൻ്റെ സനദ് ദാനവും മഹാനായ
താജുൽ ഉലമ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല പൂർണ്ണാഫിയത്തുള്ള ദീർഘായുസ്സ മഹാനവറുകളെ കണ്ട് ദിവസം നിശ്ചയിച്ച് സ്വാഗത സംഘം രൂപീകരിക്കാനുള്ള ഡേറ്റും കമ്മിറ്റി യോഗം വഫാത്തിന് 3 ദിവസം മുമ്പാണ് അവിടെ ചേർന്നത്. വളരെ വൈകിയാണ് തങ്ങളെത്തിയത്. കാലിൻ്റെ പാദം നീര് കെട്ടി നേടി അല്ലാഹുവിൽ തഖ്വ നിർവഹിച്ചുകൊണ്ടുള്ള മുത്തഖീങ്ങളായ നിലയിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ ഏഹോസിന്റെ സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട മകനെ ആ നിലയിൽ സ്മരിക്കുന്ന, ഓർക്കുന്ന, അവരുടെ മാതൃകാ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുന്ന ഒരു ഘട്ടമായി, ഒരു സന്ദർഭമായി നാം ഈ സമയത്തെയും തുടർന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സമയങ്ങളെയും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹിച്ചത് ശരീഅത്ത് മറികടന്നുകൊണ്ടുള്ള സ്നേഹപ്രകടനവുമാണ്. രണ്ടും അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാദാത്തുകളുള്ള ബഹുമാനം എല്ലാ ഞങ്ങൾ അവിടെ ഈ സംഭവം ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് സ്നേഹിച്ചു വന്നവരാണ്. ഇത് മഹാമാസമാണ്. اللهم صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. في حب سيدنا محمد نور لبدر الهدى متمم. قلبي يحن إلى محمد ما زال من وجده متيم. اللهم صل على محمد يا رب صل عليه وآله. شوق المحب إلى محمد أثنى وثم به تهيم. أدعوك أحمد يا محمد يا سيد الرسل المقدم. صل على محمد يا رب صل عليه وآله. الهاشمي في كل محفل، الصيرمي في وجه محتل، الشافعي في يوم نمهل. يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. صلوا على الهادي المجاهد سحقا لمن عاداه محايد. صلوا عليه من شعب صامد. يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. في حب سيدنا محمد نور لبدر الهدى متمم. قلبي يحن إلى محمد ما زال من وجده متيم. صل على محمد يا رب صل عليه وآله. شوق المحب إلى محمد أثنى وثم به تهيم. أدعوك أحمد يا محمد يا سيد الرسل المقدم. صل على محمد يا رب صل عليه وآله. الهاشمي في كل محفل، الصيرمي في وجه محتل، الشافعي في يوم نمهل. يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. صلوا على الهادي المجاهد سحقا لمن عاداه محايد. صلوا عليه من شعب صامد. يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله.
وآله اللهم صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامت يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وصل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامت يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامت يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم صل على محمد يا رب صل عليه وآله شوق المحب
إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം സംഭാവന ചെയ്യുന്ന ആ മഹത്തായ മാതൃകക്ക് ഇവിടെ ഊടും പാകും നൽകിയത് മഹാനായ താജുൽ ഉലമയാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീമംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. ولقد نعلم أنك يضيق صدرك بما يقولون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين